ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, കാരുണ്യവാനായ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ, റഹ്മത്ത് ഈ ഭൂലോകത്തേക്ക് നൽകപ്പെട്ട ദിവസം, ഇരുട്ട് നിറഞ്ഞ ലോകത്ത് പ്രകാശം പരക്കുന്ന ദിവസം, അല്ലാഹുവിന്റെ മലായികത്തുകൾ ആനന്ദം കൊണ്ട് പുളകിതമായ പൊൻസുദിനം, വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ പരിചയപ്പെടുത്തിയ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ഇബ്ലീസ് എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ആ ഇബ്ലീസ് ഉണ്ടല്ലോ കരഞ്ഞ ദിവസം ഏതാണെന്നറിയുമോ? നമ്മിലേക്ക് സമാഗതമാകാൻ പോകുന്ന ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ആ മാസം ഇതാ നമ്മിലേക്ക് സമാഗതമാകുന്ന ഒരു വേളയിലാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നാം മനസ്സിലാക്കണം, ഓരോ റബീഉൽ അവ്വൽ മാസവും നമ്മിലേക്ക് സമാഗതമാകുമ്പോ ഒരു വലിയൊരു ഗുണപാഠമാണ് ഇതിലൂടെ, വലിയൊരു സന്ദേശമാണ് ഉണ്ടാകുന്നത്. ഒരു സന്ദേശം നൽകുന്നുണ്ട്, ഒരു വലിയ സന്ദേശം എല്ലാ വർഷവും നമ്മിലേക്ക് സമാഗതമാകുന്ന എല്ലാ റബീഉൽ അവ്വൽ മാസവും നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നാം ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ആ സന്ദേശം എന്നറിയുമോ? വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ച അതേ സംഭവം തന്നെയാണ്, അതേ സന്ദേശം തന്നെയാണ്. എന്താണെന്നറിയുമോ? വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ സന്ദേശം അത് റബീഉൽ അവ്വൽ, ഓരോ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോഴും ഈ ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകുന്നത്. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എല്ലാ മനുഷ്യ ശരീരവും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ടല്ലോ. വിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമുൽ ഗൈബി വശഹാദതി ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ ധ്യാനനിരന്തരായിരുന്ന പശ്ചാത്തലത്തിൽ ഇഖ്റഇന്റെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണേ, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, മരണത്തെ ഭയന്നുകൊണ്ട് എവിടേക്കാണ് നിങ്ങൾ ഓടി ഒളിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ.
فإنه ملاقيكم തീർച്ചയായും ആ മരണമെന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ, അതൊരു മനുഷ്യന്റെ മേലെ സമയമാകുമ്പോൾ തീർച്ചയായും ഫൈന്നഹു മുലാഖീകും, തീർച്ചയായും ആ മരണം നിന്നെ തേടി വരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇലാ ഫയസുമ്മ യുനബ്ബിഉകും ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, എന്നിട്ട് രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും അറിയുന്ന ആ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ അടുക്കലേക്കാണ് നിന്റെ മടക്കയാത്രയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അവിടെ നീ കടന്നു വരുമ്പോ നീ എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെന്ന് നിന്നെ അറിയിച്ചു തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഓരോ റബീഉൽ അവ്വൽ മാസവും നമ്മിലേക്ക് സമാഗതമാകാൻ പോകുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്ദേശം. കാരണം എന്തെന്നറിയുമോ പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് മരണം നൽകുമായിരുന്നില്ല എങ്കിൽ അത് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലയോ. എന്നാൽ ആ ഹബീബായ തങ്ങൾ പോലും ഈ ഭൂലോകത്ത് വിട പറഞ്ഞു പോയെങ്കിൽ ഈ മനുഷ്യ മനസ്സിലാക്കണേ, മരണമെന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ നമ്മെ തൊട്ട് വിദൂരമല്ല എന്ന് മനസ്സിലാക്കണേ. ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ഭൂലോകത്തോട് വിട പറഞ്ഞു പോയി. മനസ്സിലാക്കണമേ മുഅ്മിനേ, സഹോദര, മരണം നമ്മെ തൊട്ട് വിദൂരമല്ല എന്ന് മനസ്സിലാക്കിക്കോ. ഏത് നിമിഷവും എങ്ങനെയും എവിടെ വെച്ചും സംഭവിക്കാം. ആ മരണത്തിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങുക എന്നതാണ് നമ്മുടെ ഈ ദുനിയാവിലെ കർത്തവ്യം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എത്രമാത്രമാണ് ഒരു മനുഷ്യന്റെ മരണം അവനിലേക്ക് അടുത്തിരിക്കുന്നതെന്നറിയുമോ? പറഞ്ഞു തരട്ടെ, കേട്ടോളിൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറുണ്ടല്ലോ, ആ വാറ് എത്രമാത്രമാണോ ഒരു മനുഷ്യന്റെ കാലിനോട് ചേർന്ന് കിടക്കുന്നത്, അതിനേക്കാൾ അടുത്തതാണ് നിന്റെ മരണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. എത്രമാത്രം അടുത്തതാണ് നമ്മുടെ മരണം. ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറ് എത്രമാത്രമാണ് ഒരു മനുഷ്യന്റെ കാലിനോട് ചേർന്ന് കിടക്കുന്നത്, അതിനേക്കാൾ അടുത്തതാണ് നിന്റെ മരണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, അത് മരണം അതിവിദൂരമല്ല നമ്മുടേതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഹങ്കാരം, പക, വിദ്വേഷം ഇതെല്ലാം നമ്മള് മാറ്റിക്കളയണം പ്രിയപ്പെട്ടവരെ. എന്തിനാണ് നാം അഹങ്കരിക്കുന്നത്? ഇന്നു കിടന്നാൽ നാളെ കണ്ണു തുറക്കുമെന്ന് ഉറപ്പില്ലാത്ത ഈ ലോകത്ത്
എന്തിനാണ് സഹോദരങ്ങളെ നാം അഹങ്കരിച്ചും അതുപോലെ തന്നെ പ്രൗഢി കാണിച്ചും പകയും വിദ്വേഷവുമായിട്ട് നാം നടക്കുന്നത്? ഇതെല്ലാം മാറ്റിക്കൂടെ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുവിന്റെ മഹത്വം നാം മനസ്സിലാക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ ഗ്രേറ്റ്നെസ് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കുക. കാരണം നമുക്ക് അള്ളാഹുവിലേക്ക് അടുത്താൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ആഖിറ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മരണം സുന്ദരമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ ഗ്രേറ്റ്നെസ്, അള്ളാഹുവിന്റെ മഹത്വം നാം മനസ്സിലാക്കുക. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഇന്ന് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടല്ലേ? എന്നാൽ ഈ ഇബാദത്തുകളിലെല്ലാം നമ്മൾ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണോ നാം ഇബാദത്ത് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചുമ്മാ അങ്ങ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് കൈകെട്ടി അങ്ങ് നമസ്കരിക്കുന്നു. എന്നാൽ ഈ നമസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ കടക്കുമ്പോഴും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോഴുമാണ് നാം യഥാർത്ഥത്തില് നമ്മൾ വിജയികളിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? ഒരു ഹദീസ് കേട്ടോളേൻ. عن أبي درداء رضي الله عنه قال മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അജ്ലുല്ലാഹ യഗ്ഫിർ ലക്കും. നിങ്ങൾ അല്ലാഹുവിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ മഹത്വം നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവരണേ. അത് ഇബാദത്തുകളിലാണെങ്കിലും ഇബാദത്തുകളിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രേറ്റ്നെസ്, അല്ലാഹുവിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയാൽ, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? യഗ്ഫിർ ലക്കും. അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന്, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നമ്മുടെ ഇബാദത്തുകളിലും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതവും നമ്മൾ കൊണ്ടുപോയാൽ യഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങള് നിങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട മഹത്വം, മനസ്സിലാക്കേണ്ട ഗ്രേറ്റ്നെസ്, മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു വ്യക്തിത്വമാണ് മദീനയിലെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ആ ഹബീബായ തങ്ങളുടെ മഹത്വം നാം മനസ്സിലാക്കണം. ആ ഹബീബായ തങ്ങളുടെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കി ഗവേഷകരെ പോലും പറഞ്ഞത് എന്താണെന്നറിയുമോ? The expansion of love between the Prophet sallallahu alaihi wasallam and the Sahabatul Kiram. ഇത് ഗവേഷകരുടെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. അവിടുത്തെ ജീവിതവും അവിടുത്തെ സഹാബത്തിന്റെ ജീവിതവും പഠിച്ചിട്ട് ഗവേഷകരെ പോലും പറഞ്ഞ വാക്കുകളാണ്. നാം മനസ്സിലാക്കണം. കറുപ്പ് വെളുപ്പ് തൊഴിലാളി പാമരൻ വ്യത്യാസമില്ലാതെ സ്നേഹത്തിന്റെ നിറകുടമായ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം നാം എന്തിനു മാറ്റി നിർത്തണം? ആ ഹബീബായ തങ്ങളെ സ്നേഹിച്ചൂടെ മുസ്ലിമേ സഹോദരങ്ങളെ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചൂടെ പ്രിയപ്പെട്ടവരെ? നാം മനസ്സിലാക്കണം.
ആ ഹബീബായ തങ്ങളെ കുറിച്ച് അമുസ്ലിമീങ്ങളായ കവികൾ പോലും പ്രിയപ്പെട്ടവരെ സ്നേഹം കൊണ്ട് ആനന്ദം കൊണ്ട് മുത്തുനബിയെ കുറിച്ച് പാടിയ പാട്ടുകള് കവികൾ പോലും എത്രയോ അത്ഭുതമാണ്. മുസ്ലിം സമൂഹത്തിന് പോലും കേൾക്കുമ്പോൾ അസൂയ തോന്നുന്ന രീതിയിലുള്ള എത്രയോ നല്ല സുന്ദരമായ രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. നാം കേൾക്കുക, നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെങ്ങനെ സുകുമാരി കാക്കാട് എന്ന് പറയുന്ന ഒരു കവി ലോകത്തിന്റെ ഹബീബായ തങ്ങളെ കുറിച്ച് വർണ്ണിച്ചത് എത്രയോ സുന്ദരമായിട്ടാണ്. നാം മനസ്സിലാക്കണം എങ്ങനെ. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പണിത പ്രവാചക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളഞ്ചാർത്ത ഗോത്രകുറുമ്പിനെ, കാട്ടുഗൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനം ആക്കിയ നായക. സുകുമാര കാക്കാട് എന്ന് പറയുന്ന കവി പോലും അള്ളാന്റെ റസൂലിനെ വർണ്ണിച്ചതാണ്. എങ്ങനെ ടാർഗേജ് എന്ന് പോലുമായി എഴുതിത്തള്ളിയ ഇരുണ്ട യുഗമുണ്ടല്ലോ, ഒരു കൂട്ടം കാട്ടറബി സമുദായം പെൺകുഞ്ഞ് ജനിച്ചാലേ അപമാനമായി തീരുമ്പോൾ അപമാനമായി കാണുന്ന ആ കാട്ടറബി സമുദായത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ കുഴിച്ചു മൂടുന്ന, ജീവനോട് കുഴിച്ചു മൂടുന്ന ആ കാലഘട്ടത്തില് അതാ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, പെണ്ണിന്റെ മഹത്വം അറിയാത്ത ഒരു പെണ്ണിന്റെ കാലൊച്ചയെങ്ങാനും കേട്ടുകഴിഞ്ഞാൽ അതിനെ മാനഭംഗപ്പെടുത്തി കൊന്നുകളയുന്ന ഒരു സംവിധാനം പണ്ട് അറേബ്യൻ രാജ്യത്തിലുണ്ടായിരുന്നു, കാട്ടറബി സമുദായം എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനവുമായി കടന്നു ചെന്ന് അവിടെ ഉള്ള മനുഷ്യരുടെ മുമ്പിലേക്ക് വിശുദ്ധമായ ഖുർആൻ ഓതിയ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചവുമായി ആ കാട്ടറബി സമുദായത്തിന്റെ ഹൃദയത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ നൽകി മനുഷ്യ ഹൃദയമാക്കി അവരുടെ ഹൃദയാന്തരങ്ങളെ മാറ്റിയെടുത്തത് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നാം മനസ്സിലാക്കണം, സ്വർഗമെന്ന അനുഗ്രഹീതമായ ആ സ്വർണ്ണ നൂലിനെ കുറിച്ച് ഹൃദയങ്ങളെല്ലാം ഒന്നിച്ചാക്കി അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതെല്ലാം പഠിച്ച് അമുസ്ലിമീങ്ങളായ ആളുകൾ പോലും അള്ളാന്റെ റസൂലിനെ വർണ്ണിക്കുമ്പോ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കി എന്തേ മുസ്ലിം സമുദായമേ നാം ജീവിക്കാത്തത്? അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി ആ ഹബീബായ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ലോകത്തിന് സമാധാനം നൽകിയ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കണ്ടേ. ആ ഹബീബായ തങ്ങൾക്ക് നമ്മോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കണ്ടേ. പ്രിയപ്പെട്ടവരെ, ഇതാ കേട്ടോളിൻ. ഒരിക്കൽ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിക്കാൻ അസ്റായീൽ കടന്നു വരികയാം. അങ്ങനെയതാ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണ്ടൻ കാലിലൂടെ റൂഹ് പിടിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മഹദിയായ തന്റെ ഇണയായ തുണയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് പറയുകയാം, യാ ആയിഷ, അല്ലയോ ആയിഷ റളിയല്ലാഹു അൻഹാ, ഇന്നലിൽ മൗതി ലസഖറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് അസ്റായീൽ ആ സമയത്ത് പറഞ്ഞത് എന്താണെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏറ്റവും നല്ല മയത്തോടു കൂടിയാണ് ഞാൻ അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് നബിയേ. ഇത്രയും നല്ല മയത്തോടു കൂടി ഇത്രയും നല്ല മഹത്വം, ഇത്രയും നല്ല മയത്തോടുകൂടി ഞാൻ ആരുടെയും റൂഹ് പിടിച്ചിട്ടില്ല നബിയേ. അങ്ങയുടെ റൂഹാണ് ഞാൻ ഇങ്ങനെ ഇത്രയും നല്ല മയത്തോടുകൂടി നാം പിടിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടുന്ന് വേദനയെടുത്ത ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇത്രയും മയത്തോടുകൂടി എന്റെ റൂഹ് പിടിക്കുമ്പോ ഇത്രമാത്രം വേദനയുണ്ടെങ്കിൽ എന്റെ ഉമ്മത്തീങ്ങളുടെ റൂഹ് പിടിക്കുമ്പോൾ എത്രമാത്രം വേദനയായിരിക്കും അസ്റായീലേ. അതുകൊണ്ട് എന്റെ ഉമ്മത്തീങ്ങളുടെ എല്ലാവരുടെയും മരണവേദന എന്നിലൂടെ ഒന്ന് തീർക്കുമോ അസ്റായീലേ എന്ന് പറഞ്ഞ ആ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം നാം മനസ്സിലാക്കണേ പ്രിയമുള്ളവരെ. അവസാന സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ ആ ഹബീബായ തങ്ങൾ പൊട്ടിക്കരയുകയാ. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഹബീബായ തങ്ങളുടെ ആ കവിളിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകുമ്പോൾ ഉണ്ടല്ലോ, ആ മുബാറക്കായ കവിൾ തടത്തിലെല്ലാം പാടുകൾ വീഴുകയാ. ഇത് കണ്ടുകൊണ്ട് സഹിക്കാൻ വയ്യാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്, അങ്ങ് വിഷമിക്കുന്നത്? അങ്ങയ്ക്കല്ലാതെ ആർക്കാണ് അല്ലാഹു സ്വർഗം നൽകുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബത്തേ, ഞാൻ എന്നെ ഓർത്തുകൊണ്ടല്ല കരയുന്നത്, എന്നെ ഓർത്തുകൊണ്ടല്ല ഞാൻ വിഷമിക്കുന്നത്. പിന്നെ ആരെയാണെന്നറിയുമോ? എനിക്ക് ശേഷം ഒരു സമുദായം വരും അബൂബക്കറേ റളിയല്ലാഹു അൻഹു, എനിക്ക് ശേഷം ഒരു സമുദായം വരും സഹാബത്തെ. അവരെന്നെ കണ്ടിട്ടില്ല, എന്റെ നിഴല് പോലും കണ്ടിട്ടില്ല. എന്നിട്ടും എന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട്, ഹദീസുകൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അവര് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയും പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം നടത്തുകയും ചെയ്യുന്നവരാണ്. അവർ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് അവസാന സമയത്തും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറന്നു പോകല്ലേ. ആ ഹബീബായ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കല്ലേ മുസ്ലിമേ. തീരുന്നില്ല ഹബീബായ തങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഒരു ചരിത്രവും കൂടെ നാം ഒന്ന് മനസ്സിലാക്കണേ പ്രിയമുള്ളവരെ. തായിഫിന്റെ മണ്ണിലേക്ക് പരിശുദ്ധമായ ദീനീ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പോകുമ്പോൾ അവിടെയുള്ള ആളുകളോട് പരിശുദ്ധമായ ദീനീ പ്രബോധനം നടത്തിയപ്പോൾ അവര് ചന്ത പിള്ളാരെ കൊണ്ട് കല്ലെറിയുമ്പോൾ ആ മുബാറക്കായ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി കടന്നു വരികയാ. ആ രക്തമങ്ങാണം ആ ഭൂമിയിൽ വീണാൽ തായിഫിന്റെ മക്കളെ നശിപ്പിച്ചു കളയുന്നതിൽ രണ്ടാലൊരു അർത്ഥം വെക്കേണ്ട കാര്യമില്ല. എന്നാൽ ഹബീബായ തങ്ങൾ ചെയ്തതെന്താണെന്നറിയുമോ? കാരുണ്യത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങള് അവിടുന്ന് ചെയ്തതെന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ? ആ രക്തം തന്റെ മുബാറക്കായ ശരീരത്തിൽ നിന്ന് തുടച്ചു കളയുകയാ. അങ്ങനെ തായിഫിന്റെ മക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോ, അള്ളാന്റെ റസൂലിനോട് കാര്യം പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? വേണ്ട ജിബ്രീലേ, അവരെ നശിപ്പിച്ച് കളയരുതേ ജിബ്രീലേ. ഇവരല്ലെങ്കിൽ ഇവരുടെ അടുത്ത തലമുറയെങ്കിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുന്നവരുണ്ടാകുമല്ലോ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജിബ്രീലേ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലെ പ്രിയപ്പെട്ടവരെ നാം സലാത്ത് ചൊല്ലേണ്ടത്, മൗലൂദ് പാരായണങ്ങൾ ചെയ്യേണ്ടത്, ബുർദ മജ്ലിസുകൾ നാം ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഇന്നതെല്ലാം ശിർക്കാണ്, ബിദ്അത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല ആളുകളും ഇന്ന് അധികരിച്ചു വരുന്ന കാലഘട്ടമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശരിയായ റൂട്ടിൽ നിന്ന് നാം മാറിപ്പോകരുത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലർക്ക് ഇന്ന് സ്വലാത്തിന്റെ പേര് കേൾക്കുമ്പോ തന്നെ കുരുപൊട്ടുന്ന ആളുകളുണ്ട്. ചില ആളുകള് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവരുടെ മേല് അള്ളാഹുവിന്റെയും അവന് സദാസമയം ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന മാലാഖമാരുടെയും ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ശാപം അവരിൽ ഉണ്ടാകട്ടെ എന്നൊരിക്കൽ അള്ളാന്റെ റസൂലിന്റെ തൃക്കണ്ണിലൂടെ വന്ന് മിമ്പറിലേക്ക് അള്ളാന്റെ റസൂൽ കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ അള്ളാന്റെ റസൂൽ ആമീൻ പറഞ്ഞതാണ്. അതുകൊണ്ട് സലാത്തിന്റെ പേരിൽ തർക്കിക്കുന്നവരോട്, സലാത്തിന്റെ പേരിൽ സലാത്ത് ചൊല്ലുമ്പോൾ മൗലൂദ് പാരായണങ്ങൾ ചൊല്ലുമ്പോൾ തർക്കിക്കുന്നവരോട് അതൊക്കെ ബിദ്അത്താണെന്ന് പറയുന്നവര് മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് ആരുടെയൊക്കെ ശാപങ്ങളാണെന്ന് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നീ ഒരു 10 സ്വലാത്ത് ദിവസം ചൊല്ലിയാൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? കേട്ടോളീൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരില് നീ ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ നിനക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ പോകാൻ, മിന്നൽ വേഗത്തിൽ നിനക്ക് നടക്കാനുള്ള ഭാഗ്യത്തിന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നിന്റെ കൈ പിടിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ കൊണ്ടുപോകും നിന്നെ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ, എന്താണ് സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലം എന്താണെന്നറിയുമോ? അത് നരകത്തിന്റെ മുകളിലൂടെയുള്ള ഒരു പാലമാണ് പ്രിയപ്പെട്ടവരെ. അത് മിന്നൽ വേഗത്തിൽ കടക്കണമെങ്കിൽ നാം ചെയ്ത ഇബാദത്തുകൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ആദ്യമുണ്ടല്ലോ ഓരോ പ്രവാചകന്മാരുടെയും ഉമ്മത്തീങ്ങളാണ് ആ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ കടക്കുന്നത്. എന്നാൽ ആദ്യമായ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ ആരാണ് കടക്കുന്നതെന്നറിയുമോ? ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളുമാണ്. അവിടുത്തെ ഉമ്മത്തീങ്ങളായ നമ്മളാണ് ആദ്യമായി കടക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ ആർക്കും അവിടെ സംസാരിക്കാൻ കഴിയുകയില്ല. അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന് രണ്ട് വാക്കുകൾ മാത്രം സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അതവിടെ നേതൃത്വം നൽകുന്ന പ്രവാചകന്മാർക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ ഹബീബായ തങ്ങൾ എന്നിട്ട് പറയുകയാ, ആരെങ്കിലും ഇബാദത്തുകൾ കുറഞ്ഞവരാണെങ്കിൽ അവരുടെ സ്പീഡ് അങ്ങോട്ട് കുറയുമ്പോ ആ പാലത്തിന്റെ അടിയിലൂടെ നരകത്തീയാലുള്ള നരകത്തീജാലകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു കൊളുത്തുണ്ടല്ലോ പൊങ്ങി വരികയാ. അതവന്റെ പിരടിയിൽ വന്ന് കൊളുത്തുകയും അവനെ വലിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുപോകുമെന്ന്, ആ നരകത്തീയിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ ആ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലം നിനക്ക് മിന്നൽ വേഗത്തിൽ കടക്കണോ പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ ദിവസവും നീ ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ നിന്റെ കൈ പിടിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ നിന്നെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് നീ ദിവസവും ചൊല്ലിയാൽ നിനക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹൗലിൽ നിന്ന് മീകായിൽ അലൈഹിസ്സലാം നിനക്ക് ആ ഹബീബായ തങ്ങളുടെ കൈകൾ കൊണ്ട് ആ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യമുണ്ടല്ലോ, മീകായിൽ അലൈഹിസ്സലാം നിനക്ക് ഒരുക്കി തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ എന്താണ് പ്രിയമുള്ളവരെ ഹൗൽ എന്നറിയുമോ? അത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ ആഖിറത്തിലുണ്ടല്ലോ അള്ളാഹു നൽകുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തേ, എന്റെ യഥാർത്ഥ കൂട്ടുകാർ ഈ ഭൂലോകത്തുള്ളവരല്ല, പിന്നെ ആരാണ് എന്റെ യഥാർത്ഥ കൂട്ടുകാരെന്നറിയുമോ? നാളെ അള്ളാഹു എനിക്ക് അനുഗ്രഹമായി നൽകുന്ന ഹൗലുണ്ടല്ലോ, ആ ഹൗലിൽ വെച്ച് കാണുന്നവരാണ് എന്റെ യഥാർത്ഥ കൂട്ടരെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ ആ ഹൗലിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം നീ കുടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നീട് നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാനോ, ആ ഹൗലിൽ നിന്ന് നിനക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടോ? ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരില് ഒരു 10 സ്വലാത്ത് നീ ചൊല്ലൂ മുസ്ലിമേ. മൂന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ദിവസവും നീ ചൊല്ലിയാൽ അല്ലാഹു നിനക്ക് നൽകുന്ന മൂന്നാമത്തെ സൗഭാഗ്യം എന്തെന്നറിയുമോ? മരണസമയത്ത് നിന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമ്പോ നിന്റെ തണ്ടൻ കാലിലൂടെ റൂഹ് പിടിക്കുമ്പോൾ വല്ലാത്ത വേദനയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് വല്ലാത്ത ദാഹമാണ്. ഒരു സമുദ്രമല്ല, അനേകം സമുദ്രത്തിലെ വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറൂല, നിനക്ക് വല്ലാത്ത ദാഹമായിരിക്കും. എന്നാൽ ആ സമയത്തുണ്ടല്ലോ നിനക്ക് വെള്ളവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നതാ. അങ്ങനെ ആ വെള്ളം കുടിക്കുമ്പോ നിന്റെ ദാഹം മാറുന്നതാ. അങ്ങനെ ദാഹം മാറണോ പ്രിയമുള്ളവരെ? അവസാന സമയത്ത് നിന്റെ അന്ത്യം നന്നാകണം
ദിവസമാണോ പ്രിയമുള്ളവരെ? ലോകത്തിന്റെ പ്രവാചകന്റെ പേരില് ദിവസവും ഒരു 10 സ്വലാത്തെങ്കിലും നീ ചൊല്ലിയാൽ നിനക്കത് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് നീ ദിവസവും ചൊല്ലിയാൽ നിനക്ക് ലഭിക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ മരണപ്പെട്ടു കഴിഞ്ഞ് നിന്റെ മയ്യത്തുണ്ടല്ലോ, എല്ലാവരും 6 അടി മണ്ണിലേക്ക് കൊണ്ടുവച്ചിട്ട് ഓരോ പിടി മണ്ണ് വാരിയിട്ടിട്ട് അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഖബറിന്റെ ഓരത്തിൽ നിന്ന് എല്ലാവരും ഉണ്ടല്ലോ 6 അടി മണ്ണിലേക്ക് നിന്നോട് സലാം പറഞ്ഞു പോകുമ്പോൾ അവിടെ 2 ഭീകര രൂപങ്ങൾ കടന്നു വരികയാ. ആരാണെന്നറിയുമോ? മഹാനായ മുൻകർ നക്കീർ അലൈഹിസ്സലാം കടന്നു വരികയാ പ്രിയമുള്ളവരെ. എന്നിട്ട് നിന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിനക്ക് സുസ്ഥിരമായിട്ടുള്ള ജീവിതം ലഭിക്കൂല മുസ്ലിമേ. അങ്ങനെയുണ്ടല്ലോ, ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ ആഗ്രഹമുണ്ടോ? ലോകത്തിന്റെ പ്രവാചകൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ദിവസവും നീ ഒരു 10 സ്വലാത്ത് ചൊല്ലിയവളാണോ, ചൊല്ലിയവനാണോ? ഈ സ്വലാത്തുകളുണ്ടല്ലോ 6 അടി മണ്ണിൽ വെച്ച് നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ പിശുക്ക് കാണിക്കരുത്. ലോകത്തെ ഏറ്റവും വലിയ പിശുക്കൻ ആരാണെന്നറിയുമോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വലാത്ത് ചൊല്ലുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനാണ് ലോകത്തെ ഏറ്റവും വലിയ ലുബ്ധൻ, പിശുക്കൻ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പുത്തൻവാദികളുടെ നിങ്ങള് വാക്കുകൾ കേട്ടുകൊണ്ട് മൗലൂദിനെ ഒന്നും നിങ്ങൾ പഴി പറയരുത്. അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ അതിൽ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ വാക്കുകളെ എല്ലാം നാം തള്ളിക്കളയുക. മൗലൂദിനെ നിഷേധിക്കുന്നവരുടെ വാക്കുകൾ നമ്മൾ തള്ളിക്കളയുക. അങ്ങനെ മുന്നോട്ട് നമ്മൾ പോവുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടി അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി മരണപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ദിവസവും നീ ചൊല്ലിയാൽ അള്ളാഹു നിനക്ക് നൽകുന്ന മൂന്നാമത്തെ സൗഭാഗ്യം എന്തെന്നറിയുമോ? മരണസമയത്ത് നിന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമ്പോ നിന്റെ തണ്ടൻ കാലിലൂടെ റൂഹ് പിടിക്കുമ്പോൾ വല്ലാത്ത വേദനയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് വല്ലാത്ത ദാഹമാണ്. ഒരു സമുദ്രമല്ല, അനേകം സമുദ്രത്തിലെ വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറൂല. നിനക്ക് വല്ലാത്ത ദാഹമായിരിക്കും. എന്നാൽ ആ സമയത്തുണ്ടല്ലോ നിനക്ക് വെള്ളവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നതാ. അങ്ങനെ ആ വെള്ളം കുടിക്കുമ്പോ നിന്റെ ദാഹം മാറുന്നതാ. അങ്ങനെ ദാഹം മാറണോ പ്രിയമുള്ളവരെ? അവസാന സമയത്ത് നിന്റെ അന്ത്യം നന്നാകണോ പ്രിയമുള്ളവരെ? ലോകത്തിന്റെ പ്രവാചകന്റെ പേരില് ദിവസവും ഒരു 10 സ്വലാത്തെങ്കിലും നീ ചൊല്ലിയാൽ നിനക്കത് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് നീ ദിവസവും ചൊല്ലിയാൽ നിനക്ക് ലഭിക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ മരണപ്പെട്ടു കഴിഞ്ഞ് നിന്റെ മയ്യത്തുണ്ടല്ലോ, എല്ലാവരും 6 അടി മണ്ണിലേക്ക് കൊണ്ടുവച്ചിട്ട് ഓരോ പിടി മണ്ണ് വാരിയിട്ടിട്ട് അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമിൽ മുഅ്മിനീൻ
വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഖബറിന്റെ ഓരത്തിൽ നിന്ന് എല്ലാവരും ഉണ്ടല്ലോ 6 അടി മണ്ണിലേക്ക് നിങ്ങളോട് സലാം പറഞ്ഞു പോകുമ്പോൾ അവിടെ 2 ഭീകര രൂപങ്ങൾ കടന്നു വരികയാ. ആരാണെന്നറിയുമോ? മഹാനായ മുൻകർ നക്കീർ അലൈഹിസ്സലാം കടന്നു വരികയാ. പ്രിയമുള്ളവരെ, എന്നിട്ട് നിന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിനക്ക് സുസ്ഥിരമായിട്ടുള്ള ജീവിതം ലഭിക്കൂല മുസ്ലിമേ. അങ്ങനെയുണ്ടല്ലോ, ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ ആഗ്രഹമുണ്ടോ? ലോകത്തിന്റെ പ്രവാചകൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ദിവസവും നീ ഒരു 10 സ്വലാത്ത് ചൊല്ലിയവളാണോ, ചൊല്ലിയവനാണോ? ഈ സ്വലാത്തുകളുണ്ടല്ലോ 6 അടി മണ്ണിൽ വെച്ച് നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ പിശുക്ക് കാണിക്കരുത്. ലോകത്തെ ഏറ്റവും വലിയ പിശുക്കൻ ആരാണെന്നറിയുമോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വലാത്ത് ചൊല്ലുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനാണ് ലോകത്തെ ഏറ്റവും വലിയ ലുബ്ധൻ, പിശുക്കൻ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പുത്തൻവാദികളുടെ നിങ്ങള് വാക്കുകൾ കേട്ടുകൊണ്ട് മൗലൂദിനെ ഒന്നും നിങ്ങൾ പഴി പറയരുത്. അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ അതിൽ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ വാക്കുകളെ എല്ലാം നാം തള്ളിക്കളയുക. മൗലൂദിനെ നിഷേധിക്കുന്നവരുടെ വാക്കുകൾ നമ്മൾ തള്ളിക്കളയുക. അങ്ങനെ മുന്നോട്ട് നമ്മൾ പോവുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടി അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി മരണപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.